ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be praised. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് നിൽക്കുവാനായിട്ട് ദൈവം ഇങ്ങനെ അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank the Lord for giving us this opportunity to stand before you with His word. നമ്മുടെ ദൈവം എത്ര വലിയൊരു ദൈവമാണ്. Our God is a great and awesome God. അവൻ്റെ രക്തം കൊടുത്ത് അവൻ വീണ്ടെടുത്തതാണ് സഭ. The church has been purchased through the blood of the Lord Jesus Christ. അതുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് കർത്താവ് എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെയും അറിയാം. As a result, we know how much importance the Lord gives to the church as evidenced in the scriptures. സഭയിൽ എല്ലാവർക്കും വരുന്ന കൂടുന്ന എല്ലാവർക്കും സഭയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃപാവരങ്ങൾ ദൈവം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. Those the Holy Spirit has brought to the church, they have been given lot of spiritual gifts to serve the congregation. സഭയ്ക്കൊന്നിനും കുറവില്ലാത്ത പോലെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. The Lord has prepared His church in such a way that the church lacks nothing. അതുകൊണ്ട് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയ ബിജു നാട്ടിൽ പോകേണ്ടതാണ്. എന്നാൽ ദൈവത്തിന് അതിനും പ്ലാനും പദ്ധതിയുമുണ്ട്. കാരണം എത്ര വലിയ ദൈവമാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന ഒരു ദൈവമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ മീറ്റിങ്ങിനും കടന്നു വരികയും ഈ ദൈവത്തെ കൂടുതൽ പിൻപറ്റുകയും ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. Looking at how the Lord intervenes in every small, minor to major big things in our lives, shouldn't we all be present for all our meetings and give glory to Him? വിശേഷാൽ നാം എല്ലാവരും ബജുവിനും ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയാകാനായിട്ടെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അവരുടെ കാര്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. We entrust Biju and Annie into the Lord's care so that He will intervene, make the appropriate intervention at the right time. നമ്മൾ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. I have been sharing some thoughts from John's first epistle. നമ്മൾ ഇവിടെ ഇപ്പോൾ കേട്ട പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് എത്ര വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നാം ചിന്തിക്കാറുണ്ട്. We also just thought how the Holy Spirit makes everything very clear to the church. യോഹന്നാന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതാണ്. We just read what is written in the Gospel of John. എന്തുകൊണ്ടാണ് ഞാൻ സുവിശേഷം എഴുതിയത് എന്ന് യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ എന്ന് പറയുന്ന കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. എന്താണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. So if someone asks John, why did you write the gospel? What is the purpose of these writings? It is recorded there in John chapter 20 and the verse that 31. Cecil just read, verse 31, say that these things are written that you may believe that Jesus is the Messiah, the Son of God, and that by believing you may have life in His name. അങ്ങനെ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് ഒരാൾക്ക് വിശ്വസിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. ഇന്നും അത് വായിക്കുന്ന ആൾക്കാർ യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു അനേകർ. The Holy Spirit of God has inspired John to write very clearly that Jesus is the Messiah, the Son of God, and that all who believe in Him will have life. അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന്. So His desire is that all who believe in the name of the Lord shall have life in His name. താൻ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾക്ക് ജീവൻ ഉണ്ട്, അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ലേഖനം എഴുതുന്നത്. 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. In John the first 1 John chapter 5 verse 13, you see that here we see John saying that I'm writing this to those who have believed in the name of the Son of God, that you
you have eternal life and that you may continue to believe. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും യേശു എന്ന ദൈവപുത്രനിൽ വിശ്വസിച്ചവരാണ്. So all of us sitting here, we have believed in the Messiah, the Son of യോഹന്നാൻ God. പറഞ്ഞു, ദൈവപുത്രനായ യേശു എന്ന ദൈവപുത്രനിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ജീവനുള്ളവരാണ്, നിത്യജീവനുള്ളവരാണ്. ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അതനുസരിച്ചുള്ള ജീവിതം നമ്മൾ ചെയ്യണം. അതിനാണ് താൻ ലേഖനം എഴുതിയിരിക്കുന്നത്. John is writing this epistle so that previously in the gospel he said that my purpose is that all who read this may believe in the Messiah, the Son of God, and in the eternal life that comes through his name. But in the epistle, John said that he is continuing to write to people who have already believed in the name of God. പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും നിത്യജീവനുള്ളവരാണ്. We all have eternal life കാരണം നാം ദൈവപുത്രനിൽ വിശ്വസിച്ചവരാണ്. because we have believed in the Son of ഈ God. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? What is eternal life? അത് ഒരു മനുഷ്യന്റെ മരണശേഷം അവന് കിട്ടുന്ന വളരെ കാലം ദൈവത്തോട് കൂടി ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് മാത്രം അല്ല. Eternal life is commonly understood as a life that never ends after a person's death, but it is something more than that. എന്നാൽ കർത്താവിൽ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഒരു ആൾക്ക് ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന അന്നു മുതൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ നിത്യജീവൻ. So this eternal life is not contrary to how it is described as something that will happen in the future. A person, when he or she believes in the Lord Jesus Christ, they inherit eternal life the moment they accept Christ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം ഈ നിത്യജീവൻ ഉള്ള ഒരു ജീവിതമാണ്. ആ ജീവിതം എങ്ങനെയാണ് എന്നാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. So in this epistle, John is writing some peculiarities of this eternal life and how we have to live so that we can demonstrate this eternal life. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. എന്തുകൊണ്ടാണ് നിത്യജീവൻ ഉള്ളത്? താൻ 3 കാര്യം പറയുകയാണ്. John is pointing out 3 reasons why those who believe in the Son of God has eternal life. ഒന്നാമത്, താൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നിത്യജീവനുള്ളത്. So the reason why a person has eternal life is that the person really knows God. രണ്ടാമത്, നമ്മളെ പുത്രനിൽ വിശ്വസിച്ചതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. The second reason is that this person has eternal life because they really love God. അങ്ങനെ ദൈവത്തിൽ സ്നേഹിക്കുക മാത്രമല്ല, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. A third reason is that this person who has eternal life, they also believe in God. ഈ 3 കാര്യങ്ങളാണ് യോഹന്നാൻ ഈ തൻ്റെ ഒന്നാം ലേഖനത്തിൽ 2, 3, 4, 5 അധ്യായങ്ങളിൽ വിവരിച്ച് നമ്മളോട് പറയുന്നത്. The first epistle of John, chapters 2 through 5, John is emphasizing these 3 reasons. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എന്നാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. In chapter 2, it is written that we already know God. ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം, അതാണ് താൻ 2-ാം അധ്യായത്തിൽ പറയുന്നത്. So as a result of our knowledge of God, then how should we live in accordance to that knowledge? നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ കൂടിയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും അപ്പോസ്തലൻ യോഹന്നാൻ വിവരിക്കുന്നത്. In chapters 3 and 4, John explains how we love God. We have already known God. Now, how do we really love God? 3-ാമത് വരുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയുള്ള വിശ്വാസമായിരിക്കണം, അതാണ് 5-ാം അധ്യായത്തിൽ താൻ പറയുന്നത്. Chapter 5, John he talks about how does a person truly believe in God. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ നിത്യജീവൻ ഉള്ളവരാണ്. We all have eternal life. ആ നിത്യജീവൻ എങ്ങനെയാണുള്ളത്? നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിത്യജീവൻ ഉള്ളത്. We inherited eternal life because we knew God. എങ്ങനെയാണ് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത് എന്ന് അറിയുന്നത്? നാം അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞതാണ്. 7 കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിൽ ഈ യോഹന്നാൻ പറയുന്നത്. Last time when I talked about this from chapter 2, John listed 7 things. അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. എനിക്ക് നിത്യജീവനുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് അതിൽ ഞാൻ ഉറപ്പുള്ളവനായി തീരണം. The first thing mentioned there is that we have to be sure that we are people
who obey God's command. രണ്ടാമത്, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനാണോ? അതും ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനായിരിക്കണം. The second thing is, John mentions there that, do I truly love my brother or sister? ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയ വർധന വരുത്തിക്കൊണ്ടാണോ ജീവിക്കുന്നത്? വേദപുസ്തകം വായിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എൻ്റെ ആത്മീയ വർധന ഞാൻ ദിവസവും വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ദൈനംദിനം ചെയ്ത് മുന്നോട്ട് പോകണം. The third area that we have to examine is that, am I growing spiritually? Am I maturing spiritually in Christian life? എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം, ഞാൻ നിത്യജീവനുള്ളവനാണ്. ആ നിത്യജീവനുള്ള എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം ഈ ഭൂമിയോട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ചുള്ള ഒരു ജീവിതമാണോ, അതോ ദൈവത്തെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്? Then I have to examine myself to see, am I truly seriously loving God, or am I loving the things of the world? ഞാൻ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ ഉപദേശം സത്യ ഉപദേശമാണോ? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് സത്യ ഉപദേശത്തിൽ ഞാൻ നിലനിൽക്കണം. The next examination comes in the area of doctrine. Do I know sound doctrine, and do I believe and practice that doctrine? താൻ അവിടെ അവസാനമായിട്ട് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നവരായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. The last area of examination is that, am I truly abiding or living in Christ? അപ്പോൾ ഈ രണ്ടാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്ക് നിത്യജീവൻ ഉണ്ട്. നിത്യജീവൻ ഉള്ള നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ ഈ 7 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ച് അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആ ജീവിതമാണ് സന്തോഷകരമായ നിത്യജീവന്റെ ജീവിതം, കർത്താവിനോട് കൂടെയുള്ള, കർത്താവിൽ വസിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം. So in chapter 2, these 7 questions are given, 7 areas of examination. Because we are inheritors of eternal life, then we have to go through these 7 areas and ask ourselves these questions. വീണ്ടും നമ്മൾ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവനാണെന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. The second reason why John's writing this is like, because I know God, am I loving God? ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം നയിക്കുന്നത്? If I am a person who claims to love God, then how should I reflect that in my life? ഈ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും യോഹന്നാൻ 6 കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. In chapters 3 and chapter 4, John is giving us 6 areas of testing. ആദ്യമായിട്ട് താൻ പറയുന്നത്, നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ നിത്യജീവൻ, ആ നിത്യജീവൻ തന്നതാരാണ്? ദൈവമാണ്. ദൈവം നിന്നെ സ്നേഹിച്ചതാണ്. ആ സ്നേഹത്തിൽ നീ സന്തോഷിക്കുന്നുണ്ടോ? The first is, a person, because you are inherited eternal life, because you know God. Now the question is, are you really loving God? 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു എന്നാണ്. Verse 1 of chapter 3 says that, see what great love the Father has lavished on us, that we should be called children of God. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. And that is what we are. The reason the world does not know us is that it did not know him. And in verse 3 it's, but we know that when Christ appears, we shall be like him, for we shall see him as he is. പ്രിയമുള്ളവരെ, ഈ പ്രയാസമേറിയ ലോകത്തിൽ ഓരോ ദിവസവും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു പ്രത്യാശയാണ്. നമ്മളെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാം ഓരോരുത്തരും അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാമും അവനെ പോലെ ആകും. എത്രയോ വലിയൊരു പ്രത്യാശയാണ്, എത്രയോ വലിയൊരു ഉറപ്പാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. Such great affirmation, such great strength we can derive from this verse, because as we live in this complex world, what we can look forward is to his glorious appearance. രണ്ടാമത് നാം പറയുന്നത്, ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്നും പാപത്തിൻ്റെതായിട്ടുള്ള മറ്റ് വഴികളിൽ നിന്നുമൊക്കെ നീ മാറി നിന്നെ തന്നെ സൂക്ഷിക്കുന്നവനായിരിക്കും. The second test is by asking ourselves, do we turn away from sin and its bondage or enslavement upon us? അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. The last time we discussed this area as well. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് നിന്റെ ജീവിതം ന്യായം, അതായത് സ്നേഹത്തിലുള്ള ഒരു ജീവിതമാണോ? നിന്റെ ജീവിതം നീതിയുള്ള ഒരു ജീവിതമാണോ? അങ്ങനെയുള്ള ഒരു ജീവിതം നിന്റേതായിരിക്കണം. കാരണം ഇത്രമാത്രം നീ നിത്യജീവനിലാണ് നീ ജീവിക്കുന്നത്. The third test is by asking the question, is my love, am I being marked by,
doing right things or righteousness and love. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള 3 കാര്യമാണ്. എനിക്ക് നിത്യജീവനുള്ളതുകൊണ്ട് എനിക്ക് ഐ ഷുഡ് ഹാവ് എ ക്ലീൻ ഹാർട്ട്. The 3 areas of test that we'll be discussing today. The first one is, do I have a clean heart? അഞ്ചാമത്തേത് ടെസ്റ്റിംഗ് ദ സ്പിരിറ്റ്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്. നമ്മുടെ കള്ളപ്രവാചകന്മാരെ നമ്മൾ തിരിച്ചറിയണം, കള്ള ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. We have to test the spirit and especially the message and especially the false teachers. ആറാമത് താൻ പറയുന്നത് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. And the 6th test is that do we love one another? അതുകൊണ്ട് നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എനിക്ക് ഒരു ശുദ്ധമായിട്ടുള്ള ഹൃദയം So ഉണ്ടായിരിക്കണം. let's go to that question number 4 that says, do I have a clean heart? അത് നമ്മൾ വായിക്കുന്നത് ആ 3-ാം അധ്യായത്തിന് 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ്. Chapter 3 verses 18 through 24 has the answer to this question. നമുക്കത് വായിക്കാം. Let's read this. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അതാണ് നമ്മൾ 3-ാം അധ്യായത്തിലെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചത്. So these are the verses recorded in 18 through 24. അപ്പോൾ അവിടെ എന്താണ് നാം വായിക്കുന്നത്? നമ്മുടെ സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കണം. We have to demonstrate our love. അതുപോലെ നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയം ആയിരിക്കണം. And we should ensure that our heart is a clean heart. എങ്ങനെ നമ്മൾക്ക് ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും? How can we put this into daily practice? അവിടെ പറയുന്ന കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹം. നമ്മുടെ സ്നേഹം അത് വാക്കിനാലുള്ള സ്നേഹമായിരിക്കരുത്, അത് പ്രവൃത്തിയാലുള്ള ഒരു സ്നേഹമായിരിക്കണം. Our love, practically this means that our love should not be limited to the words we speak, but it also has to include our actions. യോഹന്നാന്റെ ഭാഷയിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തോട് തുല്യമായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കണം നമ്മുടെ സ്നേഹം. അതുകൊണ്ടാണ് പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണം എന്ന് അവിടെ പറയുന്നത്. And the standard John is promoting is that we have to love the same way the Lord Jesus loved us. അതായത് ആരെങ്കിലും നമുക്ക് ദ്രോഹം ചെയ്താൽ ആ ദ്രോഹം ചെയ്തവരെ പോലും സ്നേഹിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. In practice, this means that even when somebody is hurting us or doing things to annoy us, we should have the heart to love them back and not അങ്ങനെ അവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം അവിടെ പറയുന്ന പോലെ എന്താണ്, നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന്. And if we are able to love in this manner, we know that we can be sure that we are on God's side. അതാണ് 19-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. And that is recorded in verse 19. അതുപോലെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു. അതായത് ദൈവം നമുക്കൊരു ഹൃദയം തന്നിട്ടുണ്ട്. God has given us a heart. ഈ ഹൃദയത്തെ പൂർണ്ണമായിട്ട് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹൃദയത്തെ രൂപീകരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. And it is our Lord who transforms and forms this heart. ഈ ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം എന്താണ്? അത് കുറ്റം വിധിക്കുന്ന ഒരു ഹൃദയമാണ്. And one thing unique about our heart is that our hearts have the ability to condemn us. എന്തുകൊണ്ടാണ് കുറ്റം വിധിക്കുന്ന ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? Why did God give us such a heart? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ആ തെറ്റിൽ നിന്ന് മാറി ശരിയെ പിന്തുടരുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. We have a heart that condemns us so that we can stay away from those things that are wrong and evil, and we can follow in the right അങ്ങനെ path. വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താത്ത ഒരു ഹൃദയമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. If we are living in that manner, then we will have a heart that does not condemn us. അപ്പോൾ ഹൃദയം, അത് നമ്മൾ ഹൃദയത്തിൽ വരുന്ന ചിന്തകളും കാര്യങ്ങളും നമ്മളെ കുറ്റപ്പെടുത്തുന്നതാണ് എങ്കിൽ
കുറ്റപ്പെടുത്താത്ത രീതിയിൽ, അതായത് കുറ്റങ്ങളെയൊക്കെ മാറ്റി അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. So if our words and actions are condemning our heart, then that is the sign for us to stop doing that and to turn away from those and instead love others. അതുപോലെ വീണ്ടും പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ ഒരു ഹൃദയം ലഭിക്കും. And then it says that when we obey the Lord's commands, we get a clean heart. അതാണ് 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. Verse 22 points to that too. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ And we when have you to come obey the supreme commandment of When God. Coming to verse 23, a clean heart can be produced when we obey the supreme commandment of God. എന്താണ് ആ ഒരു കമാൻഡ്? And what is this command? അത് 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം So എന്നുള്ളതാണ്. the supreme command is to believe in the name of his son Jesus Christ and to love one another as he commanded us. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ കർത്താവായ ക്രിസ്തുയേശുവിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ് നമ്മുടെ ഹൃദയം അത് വിശുദ്ധമായ ഒരു ഹൃദയമായിരിക്കും. When we love the Lord Jesus Christ and we love one another, then that points out, that demonstrates that we have a clean heart. 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ നാം അറിയുന്നു. And in verse 24 tells us that we know that we have a clean heart if we are dwelling and with if the Holy Spirit is dwelling. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന ഹൃദയമാണ് നമ്മൾക്കുള്ളത്. We carry a heart in which God dwells, so we can experience these things on a day-to-day അപ്പോൾ ദൈവത്തോട് basis. കൂടിയുള്ള ഒരു വാസത്തിൽ ദൈവം തന്ന ഹൃദയത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള എൻ്റെ ഈ നിത്യ ജീവനിലുള്ള ജീവിതം. So my eternal life it happens in such a way that God, the Holy Spirit dwells in us, and as a result I have a clean heart because I love the Lord Jesus and I love others too. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ഹൃദയം ലഭിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. You know, dear brothers and sisters, I very sincerely desire to have this kind of life with a clean heart and to have a clean countenance, loving Christ and loving one another. But I find myself falling short. വിശേഷാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇങ്ങനൊരു ക്ലീൻ ഹാർട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. Please pray for me, not just only for me, that we ought to pray for each other, that all of us will have this clean heart. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? 22-ാം വാക്യത്തിൽ In verse 22 it says that if we have a clean heart, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ള ചെയ്യുന്നതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവനിൽ നിന്ന് നമുക്ക് ലഭിക്കും. So if we live a life of having a clean heart by obeying his commandments, the reward is that we receive everything that we ask. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരുവനാണ്. I completely believe in this. കാരണം എൻ്റെ ജീവിതത്തിലും ചെറുപ്പത്തിൽ ഞാൻ പൊൻകുന്നത്ത് കേരളത്തിലായിരുന്ന സമയത്ത് right from my young age when we were living in Ponkunam, ഞങ്ങൾ ഒരു 8-9 യുവാക്കളുണ്ടായിരുന്നു. there were about 8 or 9 of us youth. ഒരു വർഷം കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. So it was the time for the annual convention. അപ്പോൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ രാത്രിയിൽ പോയി നോട്ടീസ് ഒട്ടിക്കുകയും ബാനറുകൾ വലിച്ചു കെട്ടുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So to announce that convention, we will go during nights and put wall posters and also tie up banners. ആ ഒരു വർഷം ഈ കൺവെൻഷന്റെ ആ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴക്കാർ വന്നു. On the first day of this convention, just before starting, we saw very heavy storm clouds. അന്ന് കൃഷ്ണൻകുട്ടിയാണ് സംസാരിക്കുന്നത്. Brother Krishnankuti was scheduled to preach then. ഞങ്ങൾക്ക് വളരെ മനപ്രയാസമായി. So we were very depressed. ഞങ്ങൾ ചെറുപ്പക്കാരായ പിള്ളേരാണ്. 22, 23, 17 അങ്ങനെയൊക്കെയുള്ള 9 പേരാണുള്ളത്. The 9 of us range from ages 17 to 22. ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ മഴ ഞങ്ങൾക്ക് മാറ്റി തരണമേ എന്ന്. So we prayed very earnestly that Lord, please do not let this rain come and disturb. എന്നാൽ എൻ്റെ അനുഭവത്തിൽ കാണുക അന്ന് മഴ പെയ്തില്ല.
അന്ന് മനോഹരമായ രീതിയിൽ യോഗം നടത്തുവാനായിട്ട് കഴിഞ്ഞു. ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിന് എൻ്റെ അമ്മയുണ്ട്, അമ്മയ്ക്ക് ഇന്നും അത് വൗച്ച് ചെയ്യുവാനായിട്ട് കഴിയും. And my mother is still alive and she knows about this incident, can vouch for this. As a result, that night the rain did not fall in that area and we had a very blessed meeting. അങ്ങനെയുള്ള ഒരു ഹൃദയമൊന്നും ഇന്ന് എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. Today I am sad because I don't have that kind of heart and countenance. ഇതേ ഒരു കാര്യം കേരളത്തിൽ തന്നെയുള്ള വേറൊരാളുടെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. I have seen a similar situation in the life of another person in Kerala. പാക്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ തന്റെ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. A dear one of the brothers there who lived near Kottayam in Pakil, he was constructing his house. ലോറിയിൽ സിമെന്റ് വന്നു. So the cement was being unloaded on the truck. സിമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി അവർക്ക് അമിതമായിട്ടുള്ള കൂലി ചോദിച്ചു. So the people around there came and said that we will help you unload, but they were charging such exorbitant rate. അത്രയും വലിയ ചാർജ് കൊടുത്ത് ഇറക്കുവാനായിട്ട് പ്രിയ സഹോദരന് മനസ്സിലായിരുന്നു. And this person could not afford and didn't want to pay that much. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴക്കാറും കൊണ്ടു. And at that time also there was huge storm clouds. നിങ്ങൾക്കറിയാമല്ലോ സിമെന്റ് നനഞ്ഞു പോകുന്ന ഈ ഒരു അവസ്ഥ. You know that what happens when water falls on cement. എന്നാൽ പ്രിയമുള്ളവരെ, ആ സഹോദരൻ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. In the presence of all those people, this brother knelt down publicly and asked God to stop the ദൈവം ആ rain. സഹോദരന്റെ പ്രാർത്ഥന കേട്ട് അവിടെ മഴ പെയ്തില്ല. God heard his prayer. The rain passed that area. വന്ന ആളുകൾ തന്നെ ഈ സഹോദരന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് താൻ പറഞ്ഞ കൂലിക്ക് അത് ഇറക്കി കൊടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ So the people were, I've heard this way, the people were so touched by what happened, so they did not charge the exorbitant rate they had പ്രിയമുള്ളവരെ, asked for. അനേകർ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം, അവർ ചോദിച്ചാൽ ഉടനെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. So God answers prayers of all those who have a clean heart and love Him and obey His commandments. അങ്ങനെ നമ്മുടെ ഹൃദയവും അതുപോലെ നമ്മൾ കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവത്തോട് ചോദിക്കുന്ന പോലെ ദൈവത്തോട് കൂടെയുള്ള ഒരു വാസത്തിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. May the Lord help us to dwell in Him continuously and to have a clean heart and to obey His commandments. പിന്നെ അടുത്ത കാര്യം നമ്മൾ എന്താണ് പറയുന്നത്? അഞ്ചാമത്തെ കാര്യം, Then the fifth thing that's mentioned is, അവിടെ എന്താണ്? ഞാൻ ശുദ്ധഹൃദയത്തിൻ്റെ വ്യക്താവാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ദുരാത്മാക്കളെയും കള്ളപ്രവാചകന്മാരെയും പരീക്ഷിച്ച് നോക്കുന്നവനായിരിക്കണം. then it says that I should have the ability, or I should examine to make sure that I am not going after false prophets. അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് 4-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In very simple language, John writes in chapter 4 verses 1 through 7. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Let's read from verses 1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്യുവീൻ. Dear friends, do not believe every spirit, but test the spirits to see whether they are from God, because many false prophets have gone out into the world. അപ്പം ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. So we have to examine and test if this spirit is from the Lord. എന്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ വാക്യം, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ആത്മാവ് ശരിക്കുള്ള ആത്മാവാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. Why should we do this? The reason is also mentioned there, because there are many false prophets who have gone out into the world. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്നാണ് ഈ ഈ കള്ള ആത്മാവ് തന്നെ അവിടെ വളരെ കാര്യമായിട്ട് പറയുകയാണ്. 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്. So how do we know how do we distinguish between false prophet and their message and the right one? It is any person who believes that Jesus Christ came and dwelt in the flesh, that person is the right prophet and has the right spirit of God. അടുത്ത വാക്യത്തിൽ പറയുന്നത് യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല Verse 3 says that any spirit that does not acknowledge the Lord Jesus Christ, that is എൻ്റെ a false പ്രിയമുള്ളവരെ, spirit. ഈ സത്യ വിശ്വാസം ആണ് നാം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. We, dear brothers and sisters, we are following the right belief and the right truth. വചനം ജഡം ധരിച്ചു, അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. In John's Gospel, chapter 1, it says that the Word became flesh and dwelt ദൈവം among us. മനുഷ്യവർഗത്തെ സ്നേഹിച്ചപ്പോൾ തന്റെ മടിയിരുന്ന തന്റെ പൊന്നോമന കുമാരനെ
മനുഷ്യനായിട്ടാണ് താഴ്ചയേറിയ ഭൂമിയിലേക്ക് അയച്ചത്. God expressed his love to humanity that God sent his son in the form of as a human being onto this earth. അവൻ ദൈവരൂപത്തിൽ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ വേഷത്തിലായി. God came, God sent his son, the Lord Jesus Christ. He did not consider equality with God as something to be grasped, but came down in the form as a human being. അവൻ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. We fully believe that he came as a human being into this അവൻ world. പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. He led a sinless life. എന്നാൽ നമ്മുടെ പാപനിമിത്തം ആ കാൽവറിയിലെ ക്രൂശിൽ അവന്റെ ശരീരം തകർത്ത് കളയുവാൻ അവൻ രക്തം ചിന്തി മരിക്കുവാനായിട്ടിടയായി. Because of our sins, the Lord Jesus Christ had to carry our sins and die for us. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാനായിട്ടുള്ള അധികാരവും ദൈവം കൊടുത്തു. And God, all who believe in the name of the Lord Jesus Christ will be saved, and God has given him the authority to do so. അങ്ങനെയാണ് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ മക്കളായി തീരുവാനായിട്ടുള്ള അവകാശം ലഭിച്ചത്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് പ്രിയമുള്ളവരെ, നമ്മൾ സത്യ ഉപദേശത്തിൽ നടക്കുന്നവരാണ്. And that's how we received this privilege to follow the correct doctrine, to live in the right spirit. അത് എന്നിട്ട് നമ്മളോട് തന്നെ താൻ ചോദിക്കുകയാണ്, And John is asking us, കുഞ്ഞുങ്ങളെ, dear children, 4-ാമത്തെ വാക്യത്തില്, നിങ്ങൾ ദൈവത്തിനുള്ളവരാണോ? Are you ഇവിടെ ആണെന്നാ പറയുന്നത്. നമ്മളോട് ചോദിച്ചേ. John says that you are from God, but then we have to examine ourselves. Are we really from God? തീർച്ചയായിട്ടും അതെ. കാരണം യേശു ക്രിസ്തു ജഡത്തിലാണ് വന്നത് എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നാം ഇവിടെ പറയുന്നത് പോലെ ദൈവത്തിൽ നിന്നുള്ളവരാണ്. Definitely, because we believe that the Lord Jesus Christ came in human form and lived on this earth and died for us. Because we believe that, we definitely and most certainly are from God. താനവിടെ പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾ ഇവരെ ജയിച്ചിരിക്കുന്നവരാണോ എന്ന്. And then he continues saying that, have you won in this world? അതെ, നമ്മൾ ഈ കള്ളപ്രവാചകന്മാരുടെ ഉപദേശത്തെ എല്ലാം ജയിച്ചവരാണ്. We are, by the grace of God, we have been able to overcome the message that is spread by false prophets. അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കും, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് അവിടെ പറയുകയാണ്. And it's written that the one in you is greater than the one in the world. ഇനി ഈ കള്ളപ്രവാചകനെ എങ്ങനെയാണ് അറിയുന്നത്? അത് നമുക്ക് 5-ാമത്തെ വാക്യത്തിൽ അറിയാൻ പറ്റും. How do we know that if somebody is a false prophet? അങ്ങനെയുള്ളവര് ലൗകികമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ലോകത്തിലുള്ള ലൗകികമാരെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കും. It is given that they are from the world, and everything that they talk about, their viewpoint and perspective are only about the world. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തുന്നു. John says that, but we are from God, and whoever knows God listens to us. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് നിത്യജീവനുള്ളവരാണ്. ആ നിത്യജീവനുള്ള നമ്മൾ ഈ ദുരുപദേശത്തെ നമ്മൾ നോക്കി നമ്മുടെ ഉപദേശം സത്യ ഉപദേശത്തിലാണോ എന്ന് പോകുവാനായിട്ട് വളരെ വ്യക്തമായ രീതിയിൽ ഈ 4-ാം അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. John is reminding us, is exhorting us from the first 7 verses in chapter 4, that those of us who are inheritors of eternal life, we have to look at the message that we are believing and then ask ourselves, are we believing the right doctrine? അതുപോലെ അവസാനമായിട്ട് താൻ പറയുന്നത് എന്താണ്? And lastly, what he says is, അവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം എന്നാണ്. and then he says that anyone who loves God must also love their brother and sister. അത് നമ്മൾ 7 മുതൽ 23-ാം അധ്യായത്തിന്റെ 7 മുതൽ 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. From verse 7 until verse 21 of chapter 4 we read this. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മുടെ തമ്മിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അനേകം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. When we love one another, lot of things will be revealed. ഏതാണ്ട് 7 കാര്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. There are 7 things that are mentioned that are revealed to us if we love one another. 7-8 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ നാം സ്നേഹിക്കുന്നെങ്കിൽ നാം ഒരു കാര്യം അറിയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ദൈവത്തിൽ നിന്നാണ് നാം ജനിച്ചിരിക്കുന്നത്, നാം ദൈവത്തെ അറിയുന്നവരാണ്. If we love one another, the first thing it reveals is that we are born of God and we know God. രണ്ടാമതോടെ പറയുന്നത് എന്താണ്? The second thing that is mentioned there,
ലവിങ് വൺ another proves that we see God's love. ദൈവത്തിൻ്റെ സ്നേഹത്തെ അന്യോന്യം നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് When കഴിയുന്നുണ്ട്. we love one another, the second thing that is revealed there is God's love itself. ദൈവം സ്നേഹമാവുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. God is love, and God sent His only Son into this world. അവൻ നമ്മെ സ്നേഹിച്ചു. 10ാം വാക്യം. Verse 10. This is love, not that we loved God, but that He loved us and sent His Son. തൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാവുന്നു. അത് നമ്മൾ അറിയുന്നത് നാം തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ്. When we love one another, what is revealed is that God's great love for humanity is revealed through our love for one another. അങ്ങനെയെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറയുകയാണ്, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. Again, there is the admonition that because Christ loved us in this manner, we have to continue to love one another. മൂന്നാമത് 12-13 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In verses 12 and 13, അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. എന്താ അറിയുന്നത്? സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം the അറിയുന്നു. third thing that is revealed is that God's love is made perfect in us, because if we love one another, it reveals that God's Spirit dwells in us. കാരണം വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. Because these things are easily understood, I am moving forward. പിന്നെ അഞ്ചാമത് പറയുന്ന കാര്യങ്ങൾ, ന്യായവിധി തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും എന്നാണ് പറയുന്നത്. Because you love one another, you have an escape from judgment. 17ാമത്തെ വാക്യത്തിലാണത് വായിക്കുന്നത്. We read this in verse 17. അതുപോലെ നമുക്ക് ഇങ്ങനെ നമ്മൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കും. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു, നമ്മൾക്ക് ഭയമില്ല എന്ന് 18ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്. Another thing that is revealed is that when we love one another, it also reveals that there is no fear in love. വേറെ അവസാനമായിട്ട് പറയുന്നത്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്നാണ്. And finally it is mentioned that because God loved us first, we love him back. അതുകൊണ്ട് നാം നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് 21ാം വാക്യത്തിൽ പറഞ്ഞ് ആ ടോപ്പിക്ക് താൻ അവിടെ അവസാനിപ്പിക്കും. And because of all these reasons that are mentioned, John concludes this section by saying that because of all these things, we have to love one another. പ്രിയമുള്ളവരെ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് നിത്യജീവനുണ്ട്. All those of us who love the Lord Jesus Christ are inheritors of the eternal life. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. We are people who know God, we are people who love God. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ 6 കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ച് നാം അത് ഉറപ്പുവരുത്തേണ്ടതാണ്. We have to ask ourselves these 6 things and be very certain if we really love God. നിങ്ങൾ പറയുന്നത് ഇത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയല്ല, ഒരു ഓവറോൾ ഒരു പഠനം മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. I'm not going into these sections in much depth. This is an overview of the study of John. കാരണം നമുക്കൊക്കെ ഒരു എൻകറേജ് കിട്ടുന്നത് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയുള്ള ഒരു ജീവിതമാണ്. We have to be encouraged, and for that we have to ask ourselves, what is the quality and nature of my life here on earth? പല ആൾക്കാരും വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് സംശയപ്പെടുന്നവരുണ്ട്. There are a lot of people after living the Christian life for many years get this doubt and ask themselves, am I really born again? നമ്മുടെ സഭയിൽ ആർക്കും അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ നിലയിലൊക്കെ ആയിരിക്കണം. I do not desire anybody in our church to have such self-doubt. Hence, it's very important to teach these things and to live by demonstrating the നാം രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ നമുക്ക് നിത്യജീവനുണ്ട്. നമുക്ക് നിത്യജീവനുള്ളവരാണ് എങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ 3 ടോപ്പിക്കിൽ യോഹന്നാൻ നമ്മളോട് പറയുന്ന പോലെ നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം, ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെ വേണം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെ വേണം, ഈ 3 ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വളരെ ഉറപ്പോടുകൂടി നമ്മുടെ ആ നിത്യജീവനിലുള്ള നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. So my desire is that by answering these questions we can say that we know God, and because we know God, we love God, and because we know and love God, we believe in God, and as a result of that we are able to love one another. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിൽ വരികയും
ദൈവത്തോട് അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പരമാർത്ഥമായ ഒരു ഹൃദയത്തോടു കൂടി ദൈവത്തിലുള്ള അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് അങ്ങനെയുള്ള ഒരു ജീവിതം അത് നമുക്ക് ലഭിക്കുവാനായിട്ട് വേണ്ടുന്ന പരിശ്രമം നാം ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. May the Lord help us to live a life in completely dwelling with the Holy Spirit, so that in our daily lives we can experience the power and the blessings of receiving the eternal life. പ്രിയമുള്ളവരെ, നമുക്ക് നിത്യജീവനുണ്ട്. My dear brothers and sisters, we have eternal life. നമ്മുടെ കർത്താവ് ദൈവം നമ്മളെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമുക്ക് തന്നു. താൻ വീണ്ടും വരുമ്പോൾ നാം അവനെ ആകുന്നത് കൊണ്ട് നാമും അവനെ പോലെയാകും. ഈ ഒരു പ്രത്യാശയാൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. We have eternal life. God loves us. So as we continue to live in this world, let us live with the hope that one day Christ will appear and that we will see him face to face. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified.